അല്ല ഏട്ടെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഈ ജോലി ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് തെറ്റാവുള്ളൂ അബി? അങ്ങനല്ല ഏട്ടാ, ഏട്ടൻ ഈ വീട്ടിലെ മൂത്ത ആളാ. ഏട്ടനെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ പ്രായം കൊണ്ട് മാത്രമാണ് അബി മൂത്തവൻ. എന്നെക്കാളും വലിയ മനസ്സ് നിനക്കാവുള്ളേ. നീ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോ എന്നെ കൊണ്ടൊരിക്കലും വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ വീണ്ടും കാറ്ററിംഗ് ഓർഡർ എടുത്തിട്ടുണ്ടല്ലോ. ഏട്ടൻ ആ അക്കൗണ്ട്സ് ഒക്കെ നോക്ക്. അതൊന്നും സാരമില്ല ബി. അക്കൗണ്ട്സിന്റെ കാര്യവും ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇല്ലെങ്കിൽ നിന്റെ ഏട്ടത്തെ എനിക്കൊരു ചായ പോലും തരില്ല. അച്ഛാ, ഇതാ കോഫി കുടിക്ക്. അഖിലും കാർത്തിക ഇതുവരെ എഴുന്നേറ്റില്ലേ പാവനെ? എഴുന്നേറ്റോ അമ്മേ, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. എന്തിനാ നീ ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്നേ? പോയി അവരുടെ മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എഴുന്നേക്കാൻ പറ. ഇപ്പൊ എഴുന്നേറ്റിട്ട് അവരെന്ത് ചെയ്യാൻ പോകുന്നു അച്ഛാ? വീട്ടുജോലി മുഴുവനും നീ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും പാവനെ? നീ ഒരുപാടൊന്നും ആലോചിക്കണ്ട, അവരെ വിളിച്ചെഴുന്നേൽപ്പിക്ക്. നിങ്ങൾക്കൊന്ന് ഭ്രാന്ത് പിടിച്ചോളാമേ. ഇതിനെ വെള്ളം കുടഞ്ഞത് നിങ്ങളുടെ അച്ഛനാണോ പറഞ്ഞത് തലയ്ക്ക് വെള്ളം ഒഴിപ്പിച്ച് എഴുന്നേപ്പിക്കാൻ? ആന്റിയോട് എങ്ങനെ പറഞ്ഞോ? ബാബനോട് പറയുന്നത് കേട്ടിട്ടാ ഞാൻ വന്നത്. വീണ്ടും അവർ തട്ടുകട തുടങ്ങിയിരിക്കുക. മാവ് അരയ്ക്കേണ്ടി വരും, ചമ്മന്തി അരയ്ക്കേണ്ടി വരും, ഒരുപാട് പാത്രം കഴുകേണ്ടി വരും. ഈ ജോലിയിൽ നിന്നൊന്നും നമുക്ക് രക്ഷയില്ലടി. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാക്കിയാൽ. നമ്മളെ അമേരിക്കയിലേക്ക് അയക്കാന്ന് പറഞ്ഞല്ലേ. ഇനി ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ എന്ത് പറയുമെന്ന് അറിയില്ല. ഈ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്ന അമേരിക്കയിലേക്കല്ല പോകാൻ പോകുന്നത്. സെറ്റ് മുകളിലോട്ട് പോകും. അതെ അഖിൽ, ഈ ജോലിയൊക്കെ ചെയ്താൽ നമ്മൾ ചത്തുപോകും. വേറെ എന്തെങ്കിലും ഐഡിയ പറ. അതൊക്കെ നിങ്ങൾ എന്നെ ആലോചിച്ചാ മതി. എന്നെ കൊണ്ടങ്ങ് വയ്യ. അഖിൽ ഒന്ന് നിക്ക്. എടാ അഖിൽ, നമ്മളിപ്പോ എന്ത് പറഞ്ഞൊഴിയും? ആദ്യം അവര് നമുക്കൊരു ജോലി പറഞ്ഞു തരട്ടെ. വാ 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 വാ. ഇളയമ്മയും കാർത്തികയെ വിളിക്കട്ടെ വസു, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ. വേണ്ട ചേച്ചി, നമുക്ക് തന്നെ ചെയ്യാം. അവരെ വിളിക്കാനായിട്ട് അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞതല്ലേ. ഞാൻ പോയി വിളിക്കട്ടെ അമ്മേ? വേണ്ട ഉണ്ണി. ഉണ്ണി, എന്താടാ ഇപ്പോഴാണോ നേരം വെളുത്ത് എനക്ക്? ഇല്ലച്ചാ, ഒരുപാട് നേരം എഴുന്നേറ്റിട്ട്. കാർത്തിക എഴുന്നേറ്റോ അഖിൽ? എഴുന്നേറ്റു അമ്മേ. മോളെ ഭാവനെ, ഭാസ്കരനും അഭിക്കും കാപ്പി കൊണ്ടുവന്നേ. അഖിലിനും കൂടെ കൊണ്ടുവാ. ശരിയമ്മേ. എന്തേട്ടാ, എന്നെ വിളിച്ചായിരുന്നോ? വിളിച്ചാലേ വരുള്ളൂ അല്ലേ? രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ വയ്യ? ഞങ്ങൾ എന്തിനാ ഇപ്പൊ ജോലി ചെയ്യുന്നേ? തട്ടുകട നടത്തുന്നില്ലേ, അപ്പോ എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്യണ്ടേ? അമ്മ, രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ടേ എനിക്ക് നല്ല വയറുവേദനയാണ്. എനിക്ക് നല്ല വയറുവേദന കേട്ടോ. എന്താ രണ്ടുപേർക്ക് ഒരേ സമയത്ത് വയറുവേദന? അതെനിക്കെങ്ങനെ അറിയാം? മാത്രമല്ല, വേദന പറഞ്ഞിട്ടാണോ വരുന്നത്? ശരിക്കും നിങ്ങൾക്ക് വയറുവേദന തന്നെയാണോ? സത്യമായിട്ടോ അച്ഛാ? അവർക്ക് വയറുവേദനയാണെന്ന് നീ എന്താ അഖില എന്നോട് പറയാത്തത്? അതിന് ഞാനും ഇപ്പോഴമ്മ അറിഞ്ഞത്. വേഗം കോഫി കുടിച്ചിട്ട് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എനിക്കിവരെ രണ്ടുപേരും നല്ല സംശയമുണ്ട് അബി. ജോലി ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും അഭിനയമായിരിക്കും ഇത്. ശരിക്കുള്ളതാണെങ്കിൽ വലിയ പ്രശ്നമാവില്ല കേട്ടോ. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ചെക്ക് ചെയ്ത് വന്നാൽ അത് വളരെ നന്നായിരിക്കും. ആശുപത്രി ഒന്നും ആവശ്യമില്ല ബി. രാവിലെ ഇതിന്റെ വയറ് വേദനിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കഴിച്ചത് ദഹിച്ചിട്ടുണ്ടാവില്ല. അതെ, നിങ്ങളുടെ വയറുവേദനയ്ക്ക് വീട്ടിലുള്ള മരുന്ന് മതി. മോളെ വസു. എന്താ അമ്മേ? കാർത്തികയ്ക്കും ഇളയമ്മയ്ക്കും വയറുവേദനയാണെന്ന്. രണ്ടുപേർക്കും ഓമത്തിന്റെ വെള്ളം കൊടുക്ക്. ശരി അമ്മേ.
നിങ്ങൾ രണ്ടുപേരോട് ഞാൻ മുമ്പേ പറയാ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വയറ്റുവേദന ഉണ്ടെങ്കിൽ അത് ഓമവെള്ളം കുടിക്കുകയാണെങ്കിൽ കുറയും. ഒരു പക്ഷേ വയറുവേദന ഇല്ലാതെ ഓമ വാട്ടർ കുടിച്ചാലുണ്ടല്ലോ അതോടെ തീർന്നു. ഇതല്ലേ എന്താ നോക്കുന്നേ? വേഗം കുടിക്കേ, ഇപ്പൊ തന്നെ വേദന ഇല്ലാതാവും. എന്തിനാ എടുത്തി? ഞങ്ങൾ കുറച്ചു നേരം സഹിക്കാം, വേദന താനേ കുറഞ്ഞോളൂ. എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ഇത്ര സഹിക്കുന്നേ? ആ വെള്ളം അങ്ങ് കുടിച്ചാ വേദന തനിയെ പോവില്ലേ? അത് കുടിക്കേ. അത് കഷായൊന്നും അല്ല ഇളയമേ, ജസ്റ്റ് ഓമ വെള്ളമാണത്. കൊച്ചു കുട്ടികൾ പോലും കുടിക്കും അത്. അത് കുടിക്കുന്നോ അതോ ജോലി ചെയ്യുന്നോ? ആ വേണ്ട 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 വേണ്ട, ഞാൻ കുടിച്ചോളാം, ഞാൻ കുടിക്കും. കുടി മോളെ. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. വേദന കുറഞ്ഞാലുടനെ വന്ന് ജോലിയൊക്കെ തീർക്ക്. ആ വാ മോളെ. അച്ഛാ, ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. ഞാനും വരാബി. ഏട്ടൻ വീട്ടിൽ ഇരുന്ന് കണക്ക് നോക്കിയാൽ മതി, ഞാൻ പോയിട്ട് വരാം. അബി, നീ അഖിലിനെ കൂട്ടിക്കൊണ്ടു പോയിക്കോ. അതിന്റെ ആവശ്യമില്ല അമ്മേ. അങ്ങനെ ഒരുപാട് വാങ്ങാനൊന്നും പോകുന്നില്ല. മാത്രമല്ല നല്ല വെയിലും ഉണ്ട്. അവൻ വീട്ടിൽ ഇരിക്കട്ടെ. വസുന്ധരെ, ആ ബാഗ് ഒന്ന് എടുത്തു തരുമോ? ഇതേട്ടാ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. പോട്ടെ അമ്മേ. നമ്മളെല്ലാവരും തണലത്തിരിക്കാൻ വേണ്ടി അഭി നടന്ന് വെയിലുകൊള്ളുക. സത്യമായും അവൻ ദൈവം തന്നെയാണ്. ഹോസ്റ്റലിൽ നിൽക്കേണ്ട കാവ്യ എന്താ ഇവിടെ കൂടെ പോകുന്നത്? അല്ല, ആരുടെ കാറാത്? ആരായിരിക്കും അതിൽ? എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? ഇവിടെ ആകുമ്പോ നമ്മളാരും കാണില്ലല്ലോ. എന്തിനാ അർജന്റായി വരാൻ പറഞ്ഞ് കോൾ ചെയ്തേ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പൊ നിനക്ക് വീഡിയോ കോൾ ചെയ്യാറുന്നില്ലേ? നേരിട്ടൊന്ന് കാണാനാ തോന്നി. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കാണുന്നത് തെറ്റല്ലേ? തെറ്റാണ്, പക്ഷേ
കാണാതിരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. പകുതി കല്യാണം കഴിഞ്ഞ പോലെ. അതായത് നമ്മളിപ്പോൾ ഹാഫ് കപ്പിൾസ് പോലെ. ഇനി എന്നാണാവോ ഫുൾ കപ്പിൾ ആവുന്നേ? വീട്ടിലെല്ലാവരും നമ്മുടെ നിശ്ചയം നടത്തിയിട്ട് കല്യാണത്തിൻ്റെ കാര്യം മറന്നെന്ന് തോന്നുന്നു. എക്സാംസ് കഴിഞ്ഞ ഉടനെ കല്യാണം എന്നാണ് പറഞ്ഞിരുന്നത്. എക്സാംസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാളുമായി. നിനക്ക് ഞങ്ങളുടെ വീട്ടിലെ ചുറ്റുപാട് അറിയില്ലേ രാജേഷ്? ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഗവൺമെന്റ് സീസ് ചെയ്ത് വെച്ചിരിക്കുക. അച്ഛനും ചെറിയച്ഛനും കുറച്ചു നാള് ജയിലിലും ആയിരുന്നു. അഭിചെറിയച്ഛൻ അവരെ രക്ഷപ്പെടുത്തി പുറത്തിറക്കിയത്. എന്റെ ഫാമിലി മുഴുവനും അഭിചെറിയച്ഛനെയും വസുചെറിയമ്മയെ ആശ്രയിച്ച ജീവിക്കുന്നത്. പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, പക്ഷേ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാ. ഏയ് സോറി. ഏയ് കരയാതെ. ഞാൻ നിന്റെ ഫാമിലി ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ സിറ്റുവേഷനിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞ നീ തന്നെ ഒന്ന് മനസ്സിലാക്ക്. അച്ഛനെ കൊണ്ട് ചെറിയച്ഛനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യണമെങ്കിലും അഭിചെറിയച്ഛനെ കൊണ്ട് ചെയ്യാൻ കഴിയും. പാവം അഭിചെറിയച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നറിയോ? എന്റെ ഫാമിലിക്ക് ഭക്ഷണം കൊടുക്കൂ, അതോ നമ്മുടെ കല്യാണം നടത്തുവോ? അപ്പോ എൻ്റെ ഡാഡിയോട് പറയട്ടെ. എൻ്റെ ഡാഡി മനസ്സ് വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും. നിന്റെ ചെറിയച്ഛനോട് എൻ്റെ ഡാഡി വന്നൊന്ന് കാണാൻ പറ. എന്റെ അഭിചെറിയച്ഛനെ കുറിച്ച് നിനക്കറിയില്ല രാജേഷ്. ചേച്ചി, കാർത്തിക ഇളയമ്മ എവിടെ? വീടിനകത്തുണ്ടമ്മേ, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. വയറ്റിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോടി. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ആന്റി. ഒരാവശ്യമില്ലാതെ നമ്മൾ ആ ഓമവെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് അതിന്റെ എഫക്റ്റ് ആയിരിക്കോ? അമ്മമ്മേ, ചെറിയമ്മേ വന്നേ. അവിടെ നമ്മുടെ വണ്ടിക്ക് പൂജ തുടങ്ങി. വരുന്ന നീ പൊക്കോ. വേഗം വാന്നേ, എല്ലാവരും ഇവിടെ കാത്തിരിക്കുവാ. അങ്ങോട്ടേക്ക് എന്തിനാ പോകുന്നേ അമ്മമ്മേ? നീ നിക്കടാ. അല്ല, എങ്കി ചെറിയമ്മ കൂടെ വാ, അമ്മമ്മ പുറകെ വന്നോളൂ. അല്ല, ആന്റി ഒന്ന് വേഗം വാ ആന്റി. വാ ആന്റി.
ആന്റി പ്ലീസ് ആന്റി. എന്താ പറ്റി അമ്മൂമ്മേ? എന്താ ഇങ്ങനെ നിക്കുന്നേ? അങ്ങനെയൊക്കെ ചോദിച്ചു എന്ത് പറയാനാടാ? വയറ്റിനകത്ത് എന്തോ ഭൂകമ്പം ഉണ്ടാവുന്നത് പോലെ. കാർത്തികേ, കഥക് തുറക്ക് കാർത്തികേ, വേഗം കഥക് തുറക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയ ചെറിയമ്മേ? എന്താ ഇങ്ങനെ മാറി മാറി ബാത്റൂമിലേക്ക് കയറി പോകുന്നേ? വയറിളകുന്നതാടാ. ആന്റി ആന്റി പ്ലീസ് ആന്റി ഒന്ന് വേഗം കഥ തുറക്ക്. എവിടെ ഉണ്ണി അവര് രണ്ടുപേരും? രണ്ടുപേരും അവിടെ നല്ല തിരക്കിലാ വല്യച്ഛ. ഇപ്പൊ വരുന്ന കാര്യം കഷ്ടം തന്നെയാ. ബിസിയാണെന്നോ? അതിന് മാത്രം എന്ത് ജോലിയാ വീട്ടിനകത്തുള്ളത്? വന്നേ, നമുക്കൊന്ന് പോയി നോക്കാം, വാ. അമ്മേ, അമ്മേ, അയ്യോ. ഇളയമേ, ഇളയമേ, കാർത്തിക, എന്ത് പറ്റി? കാർത്തിക, കാർത്തിക. ആ, ആ, ആ. എന്തു പറ്റി സുമംഗലേ? എന്തു പറ്റി കാർത്തിക? വയറുവേദനയും ലൂസ് മോഷൻസും തല ചുറ്റലുണ്ട്. അമ്മോ, ഞാൻ എത്രയോ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു വെള്ളച്ചാട്ടം ഞാൻ ജീവിതത്തെ കണ്ടിട്ടില്ലേ. ഏട്ടൻ നേരത്തെ പറഞ്ഞതല്ലേ ഏട്ടത്തി? ശരിക്കുമുള്ള വയറുവേദനയായിരുന്നെങ്കിൽ ഓമവെള്ളം നിങ്ങളുടെ വേദന കുറയ്ക്കുമായിരുന്നു. അല്ലെങ്കിൽ ശരിക്കും വയറുവേദന ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാകുമെന്ന് പറഞ്ഞല്ലേ. ജോലി ചെയ്യാൻ മടിച്ച് കള്ളം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. നിങ്ങളെ രണ്ടുപേരുടെ മടിക്കാണ് ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയല്ലേ ഇളയമ്മേ നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയല്ലല്ലോ. എന്തിനെങ്ങനെ ചെയ്തത്? മോളെ വസു, ഇവർക്ക് എന്തെങ്കിലും മരുന്നുണ്ടാക്കി കൊടുക്ക്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചാവൂന്ന് തോന്നുന്നേ. ശരി ഭാസ്കരേട്ടാ. നോക്ക്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിൽ എന്ത് തെറ്റാ ഏട്ടത്തി? മാത്രമല്ല അത് ആരോഗ്യത്തിന് നല്ലതുവാ. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ജോലി എടുക്കാതെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് ഇതുപോലുള്ള അസുഖങ്ങൾ വരുന്നേ. എഴുന്നേക്ക്, തട്ടുകടയിൽ പൂജ ചെയ്യാനുള്ളതാ. വേണ്ട ഭാവനേച്ചി, അവര് വീടിനകത്ത് തന്നെ ഇരുന്നോട്ടെ. കുറച്ചു നേരെങ്കിലും രണ്ടുപേരും റെസ്റ്റ് എടുക്കട്ടെ. അഖിൽ, നീ ഇവരെ നോക്കിക്കോ. പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ തട്ടുകടയ്ക്ക് മുന്നിൽ ആളുകൾ കൂട്ടം കൂട്ടമായി എത്തണം. നമ്മുടെ പണപ്പെട്ടി നിറയണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അല്ല മുത്തശ്ശ, അകത്ത് ഇനിയും സാധനങ്ങൾ എടുക്കാനുണ്ട്. വാ, നമുക്ക് എടുത്തിട്ട് വരാം. ആ ശരി. വാ.
രാവിലെ പുറത്തു പോയ ഏട്ടൻ ഇത്ര നേരമായിട്ട് തിരിച്ചു വന്നില്ലല്ലോ. അതെ ഏട്ടാ.